നമ്മൾ പഠിക്കാൻ പോകുന്ന സിഗ്മ നൊട്ടേഷനാണ്. സിഗ്മ നൊട്ടേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇക്വേഷൻ എഴുതുകയാണ് x1 + x2 + x3 xn. ഇങ്ങനെ നമ്മൾ ഒരുപാട് സംഭവങ്ങൾ എഴുതുമ്പോൾ ഇതിനെല്ലാം കൂടെ നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റിയൊരു നൊട്ടേഷനാണ് സിഗ്മ നൊട്ടേഷൻ. സിഗ്മ എന്ന് വെച്ചാൽ സം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് വലിയൊരു ഇക്വേഷനെ ചെറുതാക്കി റിലയബിൾ ആയിട്ടുള്ളൊരു മെത്തേഡിൽ എഴുതാൻ സഹായിക്കുന്ന ഒരു നൊട്ടേഷനാണ് സിഗ്മ നൊട്ടേഷൻ. ഇത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ഇക്വേഷനെ എഴുതാം. അതെങ്ങനെ എഴുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിഗ്മ xi is equal to 2 up to 5. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ സിഗ്മ എക്സൈയുടെ സമ്മാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഐയുടെ വാല്യൂ ഈസ് ഈക്വൽ ടു 2 up to 5 എന്നാണ് വായിക്കുന്നത്. എന്ന് വെച്ചാൽ 2 തൊട്ട് 5 വരെയാണ് സിഗ്മയുടെ വാല്യൂ. അപ്പോൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കും? x2 + x3 + x4 + x5. ഇതാണ് ആൻസർ. ഇനി വേറെണ്ണം സിഗ്മ ai xi i is equal to 5 up to 8. അതായത് ai xi ആണ് ഇക്വേഷന്. അതിനെ എക്സ്പാൻഡ് ചെയ്യണം. ഐയുടെ വാല്യൂ 5 ആണ്, അപ് ടു 8 തന്നിട്ടുണ്ട്. 5 തൊട്ട് 8 വരെയുള്ള വാല്യൂ ഐക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എങ്ങനെ വരും? a5x5 + a6x6 + a7x7 + a8x8. ഇങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ സിഗ്മ നൊട്ടേഷൻ ഉപയോഗിച്ച് ഒരു വലിയ ഇക്വേഷനെ ചെറുതാക്കി എഴുതാൻ പറ്റുന്നുള്ളൊരു ഗുണം മാത്രമേ ഉള്ളൂ. പിന്നെ ai xi - 1 i is equal to 1 up to n is equal to a1 x1 - 1 plus a2 x2 - 1 plus an xn - 1. ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടി എഴുതാം. ഇറ്റ്സ് ഈക്വൽ ടു a1 x⁻0 1 ആണ് വരുന്നത്. x⁻0 എന്ന് എഴുതാം. പ്ലസ് a2 x⁻1 പ്ലസ് an xn⁻−1. ഇങ്ങനെയാണ് ആൻസർ വരുന്നത്. ഇനി ഒരെണ്ണം കൂടെ ചെയ്തേക്കാം. സിഗ്മ x + i the whole square i is equal to 0 up to 3. അപ്പോൾ എന്താ ചെയ്യുന്നത്? ഐയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എടുത്തതേ x + 0 the whole square plus x + 1 the whole square plus x + 2 the whole square plus x + 3 the whole square. ഇതിനെ ഒന്ന് ഡിറൈവ് ചെയ്താൽ മതി. x² + 2x അങ്ങനെ വേണമെങ്കിൽ ചെയ്തേക്കാം. അങ്ങനെയാണ് ഈ ചെയ്യുന്നത്. സിഗ്മ നൊട്ടേഷൻ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. നമുക്കൊരു വലിയ ഇക്വേഷനെ ഇലാബറേറ്റ് ചെയ്ത് എഴുതുന്നതിന് പകരം ഒന്ന് ചെറുതാക്കി എഴുതുന്നതിനെയാണ് സിഗ്മ നൊട്ടേഷൻ ഉപയോഗിച്ച് ചെയ്യുന്നത്. ഏതാണോ ഇക്വേഷൻ, ഇപ്പം ഇവിടെ വേറൊരെണ്ണമായിരുന്നു വന്നത് ai b1 ഇങ്ങനെ വരുന്നെങ്കിൽ ഐക്ക് മാത്രമേ നമ്മളിവിടെ ഈ വേരിയബിൾ ഉണ്ടല്ലോ, വേരിയബിളിൻ്റെ വാല്യൂ ആണ് സിഗ്മയുടെ ഇവിടെ താഴെ കൊടുക്കുന്നത്. i is equal to 5 up to എവിടെ വരെ ആകാം? 11 വരെ ആകാം. അപ്പോൾ a5b1 plus a6b1. ആ 1ൻ്റെ ഒന്നും വാല്യൂവിൻ്റെ ഒരു വ്യത്യാസം വരത്തില്ല. വേരിയബിൾ ഏതാണോ അതിൻ്റെ വാല്യൂ ആണ് നമ്മൾ കൊടുക്കുന്നത്. ആ വാല്യൂ ഈ വേരിയബിൾ ഓരോ പ്രാവശ്യം എടുക്കുന്നത്. സിഗ്മ എന്ന് കാണിക്കുന്നത് സം എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും പ്ലസ് സൈൻ ആയിരിക്കും ഇതിൻ്റെ ഇടയ്ക്ക് വരുന്നത്. അത്രേ ഉള്ളൂ.